സർ, ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് അത് ടൈറ്റാനിയം കൊണ്ടുണ്ടാക്കിയതാണ്. അത് പെട്ടെന്ന് താഴേക്ക് വീണാൽ വെള്ളത്തിലായാലും തീയിലായാലും അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള പാറക്കെട്ടുകളിലേക്കോ അത്തരം ഒരു പ്രതലത്തിലേക്കായാൽ പോലും അതിന് കേടുപാടുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസനീയമല്ല. പക്ഷേ അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ നിന്നും വിമാനത്തിന്റെ റിക്കവർ ചെയ്തെടുത്ത 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒന്നിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ എയർ ഇന്ത്യയുടെ ബ്ലാക്ക് ബോക്സിന് കേടുപാട് സംഭവിച്ചിരിക്കുന്നു. അത് ഇന്ത്യയിൽ നിന്ന് പരിശോധിച്ച് തെളിയിക്കാൻ സാധിക്കുന്നില്ല. അമേരിക്കയിലേക്ക് അയക്കണം എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ എത്രത്തോളം കഴമ്പുണ്ട്? അത്തരത്തിൽ ഒരു ബ്ലാക്ക് ബോക്സിന് കേടുപാട് സംഭവിച്ചു എന്നുള്ളതിൽ ദുരൂഹതയുണ്ട്. ദുരൂഹതയുണ്ടോ എന്ന് ഈ ടോക്ക് തീരുമ്പോൾ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കും. AIIB ഏവിയേഷൻ സംവിധാനം നമ്മളുടെ ഇന്ത്യയിൽ അവരാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ബോക്സിന് ഞങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റാത്ത രീതിയിൽ ഡേറ്റാസിനകത്ത് പ്രശ്നം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അമേരിക്കയ്ക്ക് കൊടുത്തു വിടണം. ബോയിങ് കമ്പനിയിൽ ചെന്നിട്ട് അവർക്ക് പരിശോധിച്ച് അവർ നമുക്കതിന്റെ ഡേറ്റാസ് തന്നാൽ മാത്രമേ അപകട കാരണം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കാരണം കൊണ്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നും പരിശോധന അമേരിക്കയിലേക്ക് മാറുന്നത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. സാധാരണക്കാരൻ കേൾക്കുമ്പോൾ ഇവിടെ പരിശോധിക്കാൻ പറ്റാത്ത ഒരു സംവിധാനം നമ്മളുടെ ആൾക്കാരുടെ എല്ലാം മനസ്സിലുള്ളതുപോലെ വലിയ സംവിധാനങ്ങളൊക്കെ ഉള്ള അമേരിക്ക പോലുള്ള രാജ്യത്ത് കൊണ്ടുപോയി പരിശോധിച്ച് അതിന്റെ കൃത്യമായ വിവരം ഇങ്ങ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തുന്നതെന്നാണ്. എന്നാൽ അങ്ങനെ ആവാനുള്ള സാധ്യതയിൽ ദുരൂഹതയും. കാരണം ഇത് ഒരട്ടിമറിയാണെങ്കിൽ ഈ അട്ടിമറി വെളിയിൽ വരാനുള്ള ഏക സംവിധാനം മറ്റ് തെളിവുകളൊന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഓരോ മില്ലി സെക്കൻഡുകളും ഡേറ്റാസ് 24 മണിക്കൂറിനകത്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അത് വോയിസിന്റെ കാര്യത്തിലായാലും മറ്റ് സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നത്തിന്റെ കാര്യത്തിലായാലും എല്ലാം അതാണ് ബ്ലാക്ക് ബോക്സ്. ഇത് വ്യക്തത വരുത്തി ഞാൻ പറയാം. അപ്പം അതിനകത്ത് അത് കിട്ടിയിട്ട് അത് പരിശോധിക്കാൻ ഇവിടെ തയ്യാറായാൽ ഇതിനകത്ത് അട്ടിമറിക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് സംവിധാനത്തിനകത്ത് ആരാണ് അട്ടിമറിച്ചത്, ആരാണ് കോക്പിറ്റിൽ ഉണ്ടായിരുന്നത്, എന്തെല്ലാം സൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട്, അതിനകത്തൊന്ന് വെളിയിൽ ചാടിയവൻ എങ്ങനെ ചാടി എന്നതിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് വരാനിരിക്കെ ഒരിക്കലും കേടുപാട് സംഭവിക്കാതിരിക്കുന്ന, അതിനെപ്പറ്റി ഇപ്പൊ ഞാൻ പറയുമ്പോൾ കേടുപാട് സംഭവിക്കാതിരിക്കുന്ന പ്രേക്ഷകർക്ക് സംഭവിക്കാതിരിക്കുന്ന ബ്ലാക്ക് ബോക്സിന് ഈ ഡേറ്റാസ് ഇവിടെ എടുക്കാൻ പ്രാപ്തമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് വിടുന്നു. അപ്പൊ അമേരിക്കയെ ബോയിങ് കമ്പനിയുണ്ട്. അമേരിക്കയ്ക്ക് ഈ ഡേറ്റാസ് അല്ലെങ്കിൽ കൃത്യമുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പരസ്യപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ, ഈ പറയുന്ന അട്ടിമറി നടത്തിയതിന്റെ പുറകിൽ അമേരിക്കയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ, തുർക്കിയുടെ ആളുണ്ടോ, ചൈനയുടെ ആളുണ്ടോ, നമ്മുടെ ശത്രുരാജ്യത്തിന്റെ ആളുണ്ടോ, അട്ടിമറിച്ച ആളുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു തീരുമാനം? കാരണം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം പറയുമ്പോൾ വിശ്വസിക്കേണ്ടി വരും. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംവിധാനം ഈ പറയുന്നത് പോലെ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അപകടങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, അത് അതിനെപ്പറ്റി പഠിച്ച് അതിനി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം. ഇത് നേരത്തെ നമ്മുടെ ഈ പറയുന്ന പോലെ യുദ്ധവിമാനങ്ങളിലാണ് രണ്ടാം ലോകമഹായുദ്ധ സമയത്തൊക്കെ ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന യാത്രാ വിമാനങ്ങൾ അപകടം ഉണ്ടായപ്പോൾ അപകടങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പഠിക്കണം. അപ്പൊ അതിനുശേഷം ആ അപകടങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ കണ്ടുപിടിച്ച് അടുത്തതിനകത്ത് ആ കാരണങ്ങൾ ഓവർകം ചെയ്ത്, അല്ലെങ്കിൽ അത് മാറ്റി ആ യുദ്ധവിമാനത്തെ കൂടുതൽ അപകടമില്ലാത്താക്കി മാറ്റുന്നതിന് വേണ്ടി ഇങ്ങനെ ഓരോ അപകടം കഴിയുമ്പോഴും പഠിച്ച് അതിനകത്ത് മാറ്റം വരുത്തി. ഇപ്പോഴും പക്ഷേ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഈ മാറ്റങ്ങളൊക്കെ വരുത്തി. എന്നാലും പണ്ടതിപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ 1954 ഒരു 50-ലാണ് ഈ ബ്ലാക്ക് ബോക്സ് സാധാരണ വിമാനങ്ങളിൽ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് പല രാജ്യങ്ങളും. അത് 60-ലായപ്പോഴത്തേന് എല്ലാ യാത്രാ വിമാനങ്ങളും വേണമെന്ന് തീരുമാനിച്ചു. കാരണം ബ്ലാക്ക് ബോക്സ് ഈ പറയുന്ന അതിനകത്തെ ഈ വിമാനത്തിനകത്തെ ഞാൻ ഇത് മുമ്പേ പറഞ്ഞതുപോലെ സെൻസറുകൾ, 100 കണക്കിന് സെൻസറുകൾ, അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ സിസ്റ്റത്തിനും മാത്രമുള്ള സെൻസറുകൾ
ഓരോ സെക്കൻഡിലെ ഓരോ മില്ലി സെക്കൻഡിനകത്തും ഉള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും വിമാനത്തിന്റെ പുറകിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പുറകിൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? ഒരു വിമാനം, ഈ വിമാനത്തിന്റെ ടെയിൽ നിങ്ങൾ നോക്കിയോ, ഫോട്ടോ എടുത്ത് ടെയിൽ ഡാമേജ് ആവത്തില്ല. വിമാനം പൊട്ടിത്തെറിച്ചാലും ഇതിന്റെ പുറകിൽ ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ കാര്യം ഏറ്റവും ഡാമേജ് കുറവായിട്ട് വരുന്ന സ്ഥലമാണ്. ആ സ്ഥലം അവിടെ ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോക്സിന്റെ കോസ്റ്റ് ഏതാണ്ട് 15 ലക്ഷം രൂപ പുറത്ത് വരും. അപ്പം അതിന്റെ കോസ്റ്റ് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് അത്രയും വില വരുന്നതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ വലിപ്പത്തിൽ അതിന് ശ്രദ്ധ കൊടുത്തേ പണിയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഡാമേജ് ആവരുതല്ലോ. പൊട്ടിത്തെറിയാണല്ലോ വിമാനത്തിന് ഉണ്ടാവുന്നത്, ക്ലാഷ് ആണെന്നല്ലോ ഉണ്ടാവുന്നത്. മാക്സിമം മേളിലിരിക്കുന്ന തീകത്തിയാണല്ലോ താഴെ വീഴുന്നത്. അപ്പം ഈ ബ്ലാക്ക് ബോക്സ് കാരിയേജ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ, ഈ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ഈ പറയുന്ന ഇതെല്ലാം ഓവർകം ചെയ്തൊന്ന് പരീക്ഷിച്ചിട്ടാണ്. വളരെ വലിയ ഉയർച്ചയിൽ നിന്നും അത് താഴെ വീണാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള പരീക്ഷണം നടത്തിയിട്ട് അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ, അതുപോലെ 1000 ഡിഗ്രി സെന്റിഗ്രേഡിൽ 1 മണിക്കൂർ കത്തിയാൽ പോലും ഉരുകി പോകാത്ത രീതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽ, അതുപോലെ വലിയ ടൺ കണക്കിന് ഭാരം ഇതിന്റെ പുറത്ത് വീണാലും ഒരു ഡാമേജും പറ്റാത്ത രീതിയിൽ പരീക്ഷണം നടത്തി അതിനെ ഓവർകം ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, അത്തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് പണിഞ്ഞതിനകത്താണ് ഈ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ട സംവിധാനങ്ങളും ചിപ്പുകളും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സംവിധാനങ്ങൾ ചിപ്പ് FDR ഉണ്ട്, CBR ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. CBR എന്ന് പറഞ്ഞാൽ ഈ കോക്പിറ്റിലും അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഏത് സൗണ്ടുകൾ അതിനകത്ത് ഇറങ്ങും ആ സൗണ്ടുകൾ അതേപോലെ ഈ റെക്കോർഡ് ചെയ്ത് തരും. മറ്റേതെന്ന് പറഞ്ഞാൽ സിസ്റ്റംസിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സെൻസറിനകത്ത് വരുന്നത്. അപ്പം ഇത് രണ്ടും കൂടി, ഈ ഡീറ്റെയിൽസ് രണ്ടും കൂടെ ആകുമ്പോൾ ഏത് രീതിയിലാണ് അപകടം ഉണ്ടായതുള്ളത് പറയാൻ മനസ്സിലായി. അല്ല അവൻ അതിലെ കൂടെ ചാടി ഇപ്പൊ വന്ന സൗണ്ടും അല്ലെങ്കിൽ ഇഞ്ചിനകത്ത് വരുന്ന സൗണ്ട്, കോക്പിറ്റിനകത്ത് ആരെങ്കിലും കൊണ്ടുവച്ച സൗണ്ട്, ആ കോക്പിറ്റ് വിമാനത്തിനകത്തിരിക്കും വെളിയിൽ നിന്നുള്ള സൗണ്ട്, ഇപ്പൊ എല്ലാ രീതിയിലേക്കുള്ള സംവിധാനങ്ങളുണ്ട്. ഈ രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ മൊത്തം ഡേറ്റാസും ബ്ലാക്ക് ബോക്സിനകത്ത് ഉണ്ടാവുകയും അത് കിട്ടുകയും ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് ഡേറ്റാസ് എല്ലാം വരും, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിമാനം തകർന്നു എന്ന് മനസ്സിലാവുന്ന സമയത്താണ് ഇവിടുത്തെ സംവിധാനത്തിനകത്ത് ഇത് പരിശോധിച്ചാൽ കിട്ടത്തില്ല എന്ന് കണ്ട് ബോയിങ്ങിന്റെ സംവിധാനത്തിൽ പരിശോധിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് AAIB, അതായത് ഏവിയേഷൻ സംവിധാനം ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പോയാലേ അത് അപ്പൊ ഇത് തകർന്ന് ഒരിക്കലും പോകത്തില്ല. അങ്ങനെ തകരാൻ പറ്റുന്ന സംവിധാനമല്ല. അങ്ങനെ ഇത് വെള്ളത്തിനകത്ത് വീണാൽ അറിയോ, 6 കിലോമീറ്റർ വരെ താഴെ ചെന്നാൽ ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി സെക്കൻഡ് അനുസരിച്ച് സെൻസർ പ്രവർത്തിച്ചിട്ട് ഇത് എവിടെ കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇത് എത്ര ദിവസം കിടക്കുമെന്ന് പറയും, 28-30 ദിവസം വരെ അവിടെ തന്നെ കിടക്കും കേടുകൂടാതെ. അതിനകത്തുള്ള ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി വളരെ കൃത്യമായിട്ട് വെള്ളത്തിൽ വീഴുമ്പോഴാണ് വർക്കാവുന്നത്. അപ്പം ബാറ്ററി കൃത്യമായിട്ട് ഒരു വിമാനത്തിന്റെ വർക്കാവാത്ത ഒരു ബാറ്ററി കറക്റ്റ് സമയത്ത് മാറേണ്ടതായിട്ടുള്ളവർ മാറി അതിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതാണ് ബ്ലാക്ക് ബോക്സ്. കാരണം ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ആയെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. പൊട്ടിത്തെറിച്ചതിന് ശേഷം കണ്ടെത്തുന്നതിന് വേണ്ടി അതേ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ കൂടെ പൊട്ടിത്തെറിച്ചു പോകത്തില്ല. അപ്പൊ ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയപ്പോൾ ഈ വിമാനാപകടത്തിന്റെ കാര്യങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ, നേരത്തെ പറഞ്ഞതുപോലെ ഡീപ് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഈ അപകടത്തിന് ശേഷം സ്വാധീനിച്ചാലും മതി. ഇതിന്റെയൊക്കെ പുറകിൽ വലിയ വമ്പന്മാരല്ലേ. അപ്പൊ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്തുനിന്ന് കൃത്യം ഡേറ്റാസ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ വ്യക്തത വെളിയിൽ വരാൻ സമ്മതിക്കാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരിക്കലും ഡാമേജ് ആവാൻ സാധ്യതയില്ലാത്തതും ഡാമേജ് ആവാത്തതുമായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഡാമേജ് ആയി എന്ന് പറഞ്ഞ് അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് പോകുന്നതിന്റെ പിറകിൽ എന്നാരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഏതായാലും വിമാന അപകടം കൂടുതൽ ദുരൂഹമാകുന്നു, കൂടുതൽ ദുരൂഹതയിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. ബ്ലാക്ക് ബോക്സുകളുടെ പരിശോധന ഇന്ത്യയിൽ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നാണ് AAIB ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വ്യോമയാന മന്ത്രാലയം അമേരിക്കയിലേക്ക് ബ്ലാക്ക് ബോക്സുകൾ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒന്നിന് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിലൊരു ദുരൂഹതയുണ്ടോ എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ, ചർച്ചകളൊക്കെ നടക്കാൻ ഇടയാക്കുന്നതും അതിൽ തെറ്റു പറയാനും സാധിക്കില്ല. എങ്ങനെ ബ്ലാക്ക് ബോക്സിന് കേടുപാട് സംഭവിച്ചു എന്നുള്ളതും അതിശയമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.